भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം ശ്രീകൃഷ്ണായ നമഃ. പൊന്നുഗുരുവായൂരപ്പനായി മിന്നിത്തിളങ്ങുന്ന ആ കാരുണ്യസ്വരൂപൻ്റെ അനൽപമായ വാത്സല്യ ആതിരേകം കൊണ്ട് ശ്രീമദ് ഭാഗവതം അറിയാൻ അലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 697 ദിവസത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഭഗവത് കഥകളിൽ ഭഗവത് കാരുണ്യത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ശ്രീദാമാചരിതം അല്ലെങ്കിൽ പൃഥുഗോപാഖ്യാനം, അതുമല്ലെങ്കിൽ സുദാമാചരിതം, മറ്റൊരർത്ഥത്തിൽ കുചേലവൃത്തം, ഈ കഥയാണ് നമ്മൾ അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്നത്. ദശമസ്കന്ധം ഉത്തരാർദ്ധം 81 അധ്യായത്തിൽ 12 ശ്ലോകങ്ങൾ നമ്മൾ ഇന്നലെ അനുസ്മരിച്ചു. ഭഗവാൻ ശ്രീരാമാവിൻ്റെ കയ്യിൽ നിന്നും അവിൽപ്പൊതി തട്ടിപ്പറിച്ചെടുത്ത് ഒരു പിടി വാരി വായിലേക്കിട്ടു. രണ്ടാമതൊരു പിടി കൂടി വാരി കഴിക്കാൻ പുറപ്പെടുമ്പോഴേക്കും താവൽ ശ്രീ ജഗൃഹേ ഹസ്തം, ശ്രീ ഭഗവതി രുക്മിണീദേവി വന്ന് കൈപിടിച്ചു എന്ന് പറഞ്ഞു. ഏതായാലും അന്ന് രാത്രി ഭുക്ത്വാ പീത്വാ സുഖം മേനെ ആത്മാനം സ്വർഗതം യഥാ എന്നാണ്. സുഖം ഉഷിത്വ, ഇവിടെ സുഖമായിട്ട് ആ അച്യുത മന്ദിരത്തിൽ, അച്യുതന്റെ മന്ദിരം, ച്യുതിയില്ലാത്ത മന്ദിരം, രണ്ടു നിലയ്ക്കും അച്യുത മന്ദിരമാണ് അത്. ച്യുതിയില്ലാത്തവനാണ് അച്യുതൻ. അങ്ങനെയുള്ള അവിടെ ആ ആനന്ദാനുഭൂതിയിൽ മുഴുകി ഒരു രാത്രി ശ്രീരാമ അവിടെ തങ്ങിയതാണ്. ശോഭൂതേ വിശ്വഭാവേന സ്വസുഖേനാഭിവന്ദിത ജഗാമസ്വാലയം താത പദ്യനുവ്രജ്യ നന്ദിത. ഹേ താത, പരീക്ഷത്തിനെ വിളിക്കുകയാണ് പുത്രവാത്സല്യത്തോടു കൂടി. ശോഭൂതേ വിശ്വഭാവേന, നേരം പുലർന്നപ്പോൾ വിശ്വത്തെ അഭിവൃദ്ധിപ്പെടുത്തുന്ന സ്വസുഖേന, തൻ്റെ സ്വാത്മാനന്ദത്തിൽ പരിപൂർണനായിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണനാൽ അഭിവന്ദിത,
ആദരവോടുകൂടി വന്ദിക്കപ്പെട്ടവനായി, നന്ദിത സന്തോഷിക്കപ്പെട്ടവനായി, പഥി അനുവ്രജ്യ ആ വഴിയിൽ അനുയാത്ര ചെയ്തു ശ്രീകൃഷ്ണൻ. സ്വാലയം ജഗാമ തൻ്റെ ഗൃഹത്തിലേക്ക് ശ്രീരാമ തിരിച്ചു പോന്നു. എല്ലാ ലോകത്തെയും തൻ്റെ സ്വരൂപമായ ഐശ്വര്യാദികൾ കൊണ്ട് അഭിവൃദ്ധിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സ്വാത്മാനന്ദം, അവനവനിൽ നിന്ന് തന്നെ ആനന്ദം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീകൃഷ്ണൻ ആ ബ്രാഹ്മണനെ വേണ്ട പോലെ വന്ദിച്ചു. അതോടൊപ്പം തന്നെ വന്ദിക്കുകയും ആ നന്ദിക്കപ്പെടുകയും ചെയ്തു എന്നാണ്. നന്ദിത സന്തോഷിപ്പിക്കപ്പെട്ടവനായി വിനയവാക്കുകളൊക്കെ പറഞ്ഞ് നല്ല കാര്യങ്ങളൊക്കെ സംസാരിച്ച് മെല്ലെ മെല്ലെ ഗോപുരദ്വാരത്തോളം കൊണ്ടുചെന്നാക്കുക. അതിഥികളെ അങ്ങനെ വേണമെന്നാണ്. നമ്മളൊക്കെ അവിടുന്ന് ഇറങ്ങുമ്പോൾ ഒപ്പം അവരെ നമ്മുടെ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഗേറ്റ് വരെയെങ്കിലും അനുഗമിക്കണം. എന്നിട്ട് അവരോട് യാത്ര പറഞ്ഞ് നമസ്കാരം പറഞ്ഞ് കൈകൾ കൂപ്പി അവരെ യാത്രയാക്കുക. ഇതാണ് നമ്മുടെ ഒരു സംസ്കാരം. ഇവിടെ നിന്ന് ഒറ്റക്കൈ ഉയർത്തി കാണിച്ച് ടാറ്റ പറയലല്ല, മറിച്ച് രണ്ട് കൈകളും ഹൃദയത്തോട് ചേർത്ത് വെച്ച് അവരോട് യാത്ര പറയുക. പിന്നെ കാണാം. അതിഥി ദേവോഭവ, ഒരു ദേവ സാന്നിധ്യം തൻ്റെ ഗൃഹത്തിലുണ്ടാക്കി അവരോട് മനസ്സുകൊണ്ടെങ്കിലും നന്ദി പറഞ്ഞയക്കണം. അങ്ങനെ ആ ബ്രാഹ്മണൻ തിരിച്ച് തൻ്റെ ഗൃഹത്തിലേക്ക് പോന്നു. സചാലബ്ധ്വാ ധനം കൃഷ്ണാൻ നതു യാചിതവാൻ സ്വയം സ്വഗൃഹാൻ വ്രീഡിതോ ഗച്ഛൻ മഹദ്ദർശന നിർവൃത. ഇവിടെ സച ആ ശ്രീരാമ കൃഷ്ണാത് ധനം അലബ്ധ്വ സ്വയം നതു യാചിതവാൻ, കൃഷ്ണനിൽ നിന്ന് ധനത്തെ ലഭിക്കാതെ, അത് ചോദിക്കാതെ, യാചിക്കാതെ, വ്രീഡിത ലജ്ജിതനായി, മഹദ്ദർശന നിർവൃത ഭഗവാനെ കണ്ട ആ മഹത്തായ ദർശനത്തിൽ നിർവൃതി അനുഭവിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് സ്വഗൃഹാൻ അഗച്ഛൽ തൻ്റെ ഗൃഹത്തിലേക്ക് യാത്ര ചെയ്യാൻ. കൃഷ്ണനിൽ നിന്ന് ധനം സിദ്ധിക്കാത്തതിനാൽ ചോദിച്ചതില്ല എന്ന് മാത്രമല്ല, ഉള്ളിൽ ഒരു തോന്നലുണ്ടായിത്രേ. ഭാര്യ പറഞ്ഞിട്ടാണെങ്കിലും താൻ ധനത്തെ ആഗ്രഹിച്ചുവോ എന്നുള്ളൊരു തോന്നൽ, അതുകൊണ്ടുള്ളൊരു ലജ്ജ, അതുകൊണ്ടാണ് ലജ്ജിച്ചത് എന്നാണ്. എന്നാൽ അതിനേക്കാൾ ഏറ്റവും വലിയ ധനം തനിക്ക് ലഭിച്ചു. അതെന്താണ്? ഭഗവാനെ കാണാൻ സാധിക്കുക. മഹദ്ദർശന നിർവൃത. ആ നിർവൃതിയിൽ എല്ലാം മറന്നും കൊണ്ടാണ് ശ്രീരാമാവിൻ്റെ മടക്കയാത്ര. കൃഷ്ണ സന്ദർശനം മഹ്യം കഥം സ്യാദിതി ചിന്തയൻ. അങ്ങനെയായിരുന്നു. കൃഷ്ണനെ കണ്ടാൽ എന്തൊക്കെയാണ്, കൃഷ്ണനെ കാണുമ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ള ചിന്തയോടുകൂടിയാണ് ഇങ്ങോട്ട് വന്നതെങ്കിൽ, ഇപ്പൊ കൃഷ്ണനെ കണ്ടുകൊണ്ട് കൃഷ്ണ സന്ദർശനം തന്നിൽ ഉണ്ടാക്കിയ നിർവൃതി അനുഭവിച്ചും കൊണ്ട് തിരിച്ചു പോവുകയാണ് ശ്രീരാമ. ആ യാത്രയിൽ ശ്രീരാമാവിൻ്റെ ചിന്തകൾ, ഇങ്ങോട്ട് വരുമ്പോഴുള്ള ചിന്ത ശ്രീകൃഷ്ണനെ കാണുമ്പോൾ എന്താ ഉണ്ടാവുക എന്നുള്ളതാണ്. പക്ഷേ അങ്ങോട്ട് തിരിച്ചു പോകുമ്പോഴേക്കും ഉണ്ടായ ചിന്തകൾ 10 മടങ്ങ് ശോഭയോടുകൂടി ഭാഗവത ഗ്രന്ഥത്തിൽ അക്ഷരങ്ങളായി നമുക്ക് തെളിഞ്ഞു കാണാൻ സാധിക്കും. എന്താ ചിന്തിക്കണത്? അഹോ ബ്രഹ്മണ്യദേവസ്യാ ദൃഷ്ട ബ്രഹ്മണ്യതാമയ യദ്ദരിദ്രതമോ ലക്ഷ്മീമാശ്ലിഷ്ടോ ബിഭ്രതോ രസി. ബ്രഹ്മണ്യദേവസ്യ ബ്രാഹ്മണരെ ദേവനായി കാണുന്ന ആ ബ്രഹ്മണ്യത, കാണുന്നവൻ്റെ ബ്രാഹ്മണ ഭക്തി മയാ ദൃഷ്ട, എന്നാൽ കാണപ്പെട്ടു, അല്ലെങ്കിൽ ഞാൻ കണ്ടു. അഹോ ആശ്ചര്യം ആശ്ചര്യം. കാരണം യത് ലക്ഷ്മീം ഉരസി. എന്താ കാരണം പറയണത്? ലക്ഷ്മിയെ ഉരസി, ഉരസി എന്ന് പറഞ്ഞ മാറിൽ ബിഭ്രത ഭരിച്ചിരിക്കുന്നു. ലക്ഷ്മി ദേവിയെ തൻ്റെ മാറത്താണ് സ്ഥാനം ഭഗവാൻ കൊടുത്തേക്കുന്നത്. അങ്ങനെയുള്ള ആ ഭഗവാൻ ദരിദ്രതമഹ, ദാരിദ്ര്യത്തിൻ്റെ ഏറ്റവും താഴെത്തട്ടിൽ, അതാണ് തൻ്റെ അവസ്ഥ. അങ്ങനെ മഹാദരിദ്രനായ ഞാൻ ആശ്ലേഷിക്കപ്പെട്ടു എന്നാണ്. എന്നെ കെട്ടിപ്പിടിച്ചില്ലേ? ലക്ഷ്മിയെ തൻ്റെ മാറിൽ ചേർത്ത് വയ്ക്കുന്ന ശ്രീപതിയായ ശ്രീഹരി മഹാദരിദ്രനായ എന്നെ മാറത്തുണ്മയോടു ചേർത്തു ഗാഠം പുണർന്നു. മാറിൽ ചേർത്ത് ആലിംഗനം ചെയ്തു.
ഇതിൽ പരം ഭാഗ്യം, ഇതിൽ പരം ആശ്ചര്യം, ഇതിൽ പരം അത്ഭുതം വേറെ എന്താ ലോകത്തുള്ളത്? എന്നെക്കുറിച്ച് ആലോചിച്ചാൽ ക്വാഹം ദരിദ്ര പാപിയാൻ ക്വ കൃഷ്ണ ശ്രീനികേതന പറയാണ്. ഞാൻ എവിടെ, കൃഷ്ണൻ എവിടെ? ദരിദ്ര പാപിയാൻ അഹം കാ, ദരിദ്രനായ ഉപജീവനത്തിന് വഴിയില്ലാതെ ഇരിക്കുന്ന ഞാൻ, പാപികളിൽ ഏറ്റവും പാപിയായിരിക്കുന്ന ഞാൻ എവിടെ? ശ്രീനികേതനഃ, ശ്രീയെ തൻ്റെ വാസസ്ഥാനമാക്കിയിരിക്കുന്ന കൃഷ്ണ ക്വ, കൃഷ്ണൻ എവിടെയാണ്? ബ്രഹ്മബന്ധു, ബ്രാഹ്മണ കുലത്തിൽ പിറന്ന ആള് ഇതി എന്ന് വിചാരിച്ചും കൊണ്ട് ബാഹുഭ്യാം അഹം പരിരംഭിതഃ സ്മ, എന്നെ ആ രണ്ട് കൈകൾ കൊണ്ട് ഞാൻ പരിരംഭണം ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ എന്നെ കെട്ടിപ്പിടിച്ചു. നിത്യവൃത്തി ചെയ്യാൻ നിവൃത്തിയില്ലാത്ത ഞാൻ എവിടെ കിടക്കണു? നിത്യവും ലക്ഷ്മിയെ മാറിൽ ചേർത്ത് വെച്ചിരിക്കുന്ന ഭഗവാൻ എവിടെ ഇരിക്കുന്നു? അങ്ങനെ മഹാപ്രഭുവായ ഭഗവാൻ മഹാദരിദ്രനായ എന്നെ കേവലം ബ്രാഹ്മണനാണ് ഞാൻ എന്നുള്ളത് കൊണ്ടാവും രണ്ട് കൈ കൊണ്ടും ചേർത്ത് പിടിച്ചത്. അല്ലെങ്കിൽ എനിക്ക് അതിനുള്ള യാതൊരു അർഹതയില്ല. ബ്രഹ്മകുലത്തിൽ പിറന്നു എന്നൊരു ശ്രേഷ്ഠത കൊണ്ട് മാത്രം, ഭഗവാൻ അതുകൊണ്ട് മാത്രമല്ല, അതുകൊണ്ട് ഭഗവാൻ കെട്ടിപ്പിടിക്കില്ല. അത് ശ്രീതാമാവിൻ്റെ ഭക്തിയുടെ മഹത്വമാണ്. ശ്രീതാമാവ് ഭൗതികമായി ദരിദ്രനാണെന്ന് പറയുമ്പോഴും ആത്മീയമായി ഏറ്റവും സമ്പത്തുള്ള ആളാണ്, ഏറ്റവും ധനികനാണ് ശ്രീതാമ. അതുകൊണ്ട് ഭഗവാൻ തന്നെ പോലെ തന്നെ ലോകത്തെ മുഴുവൻ കാണുന്ന ശ്രീതാമാവിനെ ഭഗവാൻ ചേർത്തിങ്ങനെ പിടിച്ചു. താൻ പാപിയാണെന്നും താൻ ദരിദ്രനാണെന്നും എന്നൊക്കെ ശ്രീതാമാവിന് തോന്നുന്നതിന് കാരണം എന്താ? അതും ഉത്തമമായ ഭക്തിയുടെ ലക്ഷണം ആണ്. നിവാസിത പ്രിയാജുഷ്ടേ പര്യങ്കേ ഭ്രാതരോ യഥാ മഹിഷ്യാ വീജിതശ്രാന്തോ വാലവ്യജനഹസ്തയാ. പിന്നെ പ്രിയാജുഷ്ടേ, പത്നിയാൽ ആശ്രയിക്കപ്പെട്ട പര്യങ്കേ, കട്ടിലിൽ, ഭ്രാതരഹ യഥ, ഏട്ടനെ എന്നതുപോലെ, അല്ലെങ്കിൽ ഏട്ടനും അനിയനും എന്നതുപോലെ, നിവാസിത, എന്നെ അവിടെ ഇരുത്തി. വാലവ്യജനഹസ്തയാ, വെഞ്ചാമരം കയ്യിൽ പിടിച്ചിരിക്കുന്ന മഹിഷ്യ, ഭാര്യയാൽ, ശ്രാന്ത വീചിത, ശ്രാന്തനായ, പരിശ്രാന്തനായ, തളർന്ന ഞാൻ വീശിപ്പിക്കപ്പെട്ടു. എന്നെ വെഞ്ചാമരം വീശിയത് രുക്മിണ്യാദി ദേവിമാരാണ്. നോക്കൂ, തൻ്റെ ഭാര്യ ഇരിക്കുന്ന കട്ടിലിലേക്ക് തൻ്റെ കൂട്ടുകാരനെ ആ മഞ്ചത്തിലേക്ക് കയറ്റിയിരുത്തി ഏട്ടനനിയന്മാര് എന്നതുപോലെ എന്നോട് കാണിച്ചതൊക്കെ ഭ്രാതരോ യഥാ, എന്നെ ആ ബലരാമസ്വാമിയെ പോലെ ആ പര്യങ്കത്തിൽ, ആ സപ്രപഞ്ച കട്ടിലിൽ കയറ്റിയിരുത്തി. വഴി നടന്ന് ക്ഷീണിച്ച എൻ്റെ ക്ഷീണം തീരാൻ വേണ്ടി രുക്മിണിയുടെ കയ്യിൽ കൊടുത്തു വെഞ്ചാമരം, വീശിക്കോളൂ എന്ന് പറഞ്ഞു ഇത്രേ ഭഗവാൻ. അതൊക്കെ ആലോചിക്കുമ്പോൾ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ് ശ്രീതാമാവിൻ്റെ. പിന്നെ ആലോചിക്കുകയാണ്, ശുശ്രൂഷയാ പരമയാ പാദസംവാഹനാദിഭീം പൂജിതോ ദേവദേവേന വിപ്രദേവേന ദേവവൽ. വിപ്രദേവേന, വിപ്രനെ ദേവനെന്ന് കരുതിയിരിക്കുന്ന ദേവദേവൻ ആ ശ്രീകൃഷ്ണൻ, ദേവവത് പരമയാ ശുശ്രൂഷയ, ഈശ്വരൻ എന്ന പോലെ സർവോത്കൃഷ്ടമായ ശുശ്രൂഷ കൊണ്ടും പാദസംവാഹനാദിഭി, പാദസംവാഹനം, കാല് കഴുകിക്കുക, കാല് തലോടുക എന്നിവ കൊണ്ടും പൂജിപ്പിക്കപ്പെട്ടു, അല്ലെങ്കിൽ പൂജിക്കപ്പെട്ടു ഞാൻ. ദേവന്മാരുടെയും ദേവനാണ് ശ്രീകൃഷ്ണൻ. അങ്ങനെയുള്ള ഭഗവാൻ ബ്രാഹ്മണരെ മുഴുവൻ ദേവനാണെന്ന് കരുതുന്ന ആ ബ്രാഹ്മണ ഭക്തനായിരിക്കുന്ന ഭഗവാൻ ഈശ്വരനെ പൂജിക്കുന്നത് പോലെ ജലഗന്ധ പുഷ്പധൂപ ദീപ നൈവേദ്യാദികളോടും അതേപോലെ ഗാം ച, പശുദാനം നടത്തിയും പുതിയ പുതിയ വസ്ത്രങ്ങളൊക്കെ നൽകിയും എന്നെ ശുശ്രൂഷിച്ചു. എൻ്റെ കാല് തലോടിത്തന്നു, എൻ്റെ കാല് കഴുകി, ആ പാദതീർത്ഥത്തെ ശിരസ്സിൽ സ്വീകരിച്ചു, ചന്ദനാലുലേപനാദികൾ കൊണ്ട് എന്നെ സന്തോഷിപ്പിച്ചു. അങ്ങനെ
എൻ്റെ ജീവിതത്തെ സുഗന്ധപൂരിതമാക്കി മാറ്റി ആ ഭഗവാൻ ദ്വാരകാധീശൻ, എൻ്റെ പ്രിയപ്പെട്ട കൃഷ്ണൻ. സ്വർഗാപവർഗയോ പുംസാം രസായാം ഭുവി സമ്പദാം സർവാസാമപി സിദ്ധീനാം മൂലം തച്ചരണാർച്ചനം പുംസാം. മനുഷ്യർക്ക് സ്വർഗാപവർഗയോ പുംസാം രസായ ഭുവി സമ്പദാം സർവാസാമപി സിദ്ധീനാം മൂലം തച്ചരണാർച്ചനം പുംസാം ഭുവി രസായാം സമ്പദാം സർവാസാം സിദ്ധീനാമപി സ്വർഗാപവർഗയോ മൂലം തച്ചരണാർച്ചനം. ആരുടെ പാദപൂജ? ഭഗവാനെ പാദപൂജ ചെയ്യുന്നതാണ് ലോകത്തിന്, പുംസാം പുമാന്മാർക്ക്, മനുഷ്യർക്ക്, പുരുഷന്മാർക്ക്, ഭൂമിയിലും രസായാം പാതാളത്തിലും രസാതലത്തിലും സമ്പദാം സമ്പത്തുക്കൾ സർവാസാം സിദ്ധീനാമപി സകലതരത്തിലുള്ള സിദ്ധികൾ സ്വർഗാപവർഗയോ സ്വർഗപ്രാപ്തി അപവർഗം മോക്ഷപ്രാപ്തി ഇതിനൊക്കെ കാരണം എന്താണ്? തച്ചരണാർച്ചനം, ഭഗവാന്റെ പാദാരവിന്ദങ്ങളെ അർച്ചിക്കുക എന്നുള്ളതാണ്. സാധാരണ ആളുകൾക്ക് സാധ്യമായ സകല സമ്പത്തുകൾ ഉണ്ടാവാൻ മൂലം തച്ചരണാർച്ചനം, ഭഗവാന്റെ പാദാരവിന്ദങ്ങളെ പൂജിക്കുക, പാദപൂജ ചെയ്യുക. അണിമാ മഹിമാ ലഘിമ ഈശിത്വം വശിത്വം പ്രാപ്തി പ്രാഗാമ്യം തുടങ്ങിയ അഷ്ടൈശ്വര്യ സിദ്ധികൾ അത് മുഴുവൻ ലഭിക്കാൻ എന്തു വേണം? മൂലം തച്ചരണാർച്ചനം, ഭഗവാന്റെ പാദപൂജ ചെയ്യണം. ഇനി സംസാര സങ്കടത്തെ കടന്ന് സംസാര സാഗരത്തെ കടന്ന് അതിനുമപ്പുറം പരമാനന്ദ സാഗരത്തിലേക്ക് എത്താൻ കൈവല്യാനന്ദം, ആ മോക്ഷം ലഭിക്കണം എന്നുണ്ടെങ്കിൽ സായുജ്യം സാലോക്യം സാരൂപ്യം സാമീപ്യം തുടങ്ങിയ മോക്ഷങ്ങൾ ലഭിക്കണമെങ്കിൽ മൂലം തച്ചരണാർച്ചനം, ഭഗവാന്റെ പാദസേവ കൊണ്ടേ സാധിക്കുള്ളൂ. ആ ഭഗവാന്റെ അനുഗ്രഹമില്ലാത്തവർക്ക് എത്ര പണിയെടുത്താലും അല്ലേ അതിൻ്റെ ഫലം കിട്ടില്ല. ആ അനുഗ്രഹമുള്ളവർ എത്ര നിസ്സാരമായി പൂജിച്ചാലും ഭഗവാൻ സന്തോഷിക്കും. ഭക്തി ഉണ്ടെങ്കിൽ സകല സിദ്ധികളും കൈവരുമെന്ന് ഭഗവാൻ ഉദ്ധവന് നൽകുന്ന ഉപദേശത്തിലുണ്ട്. സിദ്ധിയുടെ പിന്നാലെ പൂവണ്ട ഉദ്ധവ, ഭക്തിയുടെ പിന്നാലെ പോവൂ. സിദ്ധി കൊണ്ട് അന്യനെ മയക്കാനേ സാധിക്കുള്ളൂ, ഭക്തി കൊണ്ട് മാത്രമേ എന്നെ മയക്കാൻ സാധിക്കുള്ളൂ. ഭഗവാൻ പറയുന്നുണ്ട്, എൻ്റെ ശക്തിക്കനുസരിച്ച വിധം പൃഥുഗോപായനങ്ങൾ ഭക്തിപൂർവം നൽകി എന്ന് അഹങ്കാരലേശമെന്നെ അഭിമാനത്തോടുകൂടി ചിന്തിക്കുന്ന ആ അന്തണ്. അപ്പൊ ഭഗവാന്റെ പാദപൂജ ഒന്നുകൊണ്ട് മാത്രമേ ജീവിത സാഫല്യം നേടാനായിട്ട് സാധിക്കുള്ളൂ. അധനോയം ധനം പ്രാപ്യ മാദ്യന്യച്ചേർന്ന മാം സ്മരേൽ ഇതി കാരുണികോ നൂനം ധനം മേ ഭൂരി നാദതാൽ. ശ്രീരാമചരിത്രത്തിൻ്റെ നമ്മൾ പറയും അല്ലേ, അതിൻ്റെ ആ കീ സെൻറ്റൻസ് എന്ന് പറയാറുണ്ട്. അതെന്താ? ഇതാണ് ഭഗവാന്റെ കാരുണ്യം എന്ന് തിരിച്ചറിയാനുള്ള വലിയൊരു മനസ്സ്. ഇതാണ് ഭക്തി. അതുകൊണ്ടാണ് ശ്രീരാമാവിനെ ഭഗവാൻ തൻ്റെ കൂട്ടുകാരനാക്കി മാറ്റിയത്. കാരണം എന്താ? അധനഹ അയം ധനം പ്രാപ്യ ഉച്ചൈ മാദ്യൻ മാം ന സ്മരേത് ഇതി. ഇതുകൊണ്ടാണ് അധനനായ ധനമില്ലാത്ത ഞാൻ, ഇവൻ, അല്ലെങ്കിൽ ഭഗവാന്റെ സങ്കല്പത്തിൽ ഇവൻ ധനം പ്രാപ്യ ധനം നേടിയാൽ ഉച്ചൈഹി മാദ്യൻ ധനം കിട്ടിക്കഴിഞ്ഞാൽ ഉച്ചത്തിൽ വളരെയധികം മതമുണ്ടാവും, അഹങ്കാരമുണ്ടാവും എന്ന് എന്നെ സ്മരിക്കില്ല. അങ്ങനെ വന്നാൽ മാം ന സ്മരേൽ, ഭഗവാൻ വിചാരിക്കുകയാണ് എന്നെ സ്മരിക്കുകയില്ല ഇതി എന്ന് വിചാരിച്ചിട്ട് കാരുണിക, കരുണയോടുകൂടിയ ഭഗവാൻ, ആ കാരുണ്യസ്വരൂപൻ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ശ്രീകൃഷ്ണൻ മേ അഭൂരി ധനം ന അതദാൽ നൂനം, തീർച്ചയായും എന്നാണ് നൂനം, മേ അഭൂരി ധനം ന അതദാൽ, എനിക്ക് അല്പം പോലും ധനം, ഭൂരി എന്ന് പറഞ്ഞാൽ അധികം, ഇവിടെ അല്പം പോലും ധനം എനിക്ക് തന്നില്ല.
പണമുണ്ടായാൽ ഭഗവാന്റെ പാദാരവിന്ദങ്ങളെ മറക്കും എന്നുള്ളത് കൊണ്ട് എനിക്ക് ഭഗവാൻ ഒന്നും തന്നില്ല. ഭഗവാന്റെ കാരുണ്യമാണ് ഇത്. ഭഗവാൻ എനിക്ക് തരാതിരുന്നതാണ് ഏറ്റവും വലിയ കാരുണ്യം. ഭാഗവതം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഭാഗവതത്തിൻ്റെ തത്വം ഭക്തി ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഭക്തൻ എങ്ങനെയാവണം? യദൃച്ഛാലാഭ സമ്പന്നൻ, അല്ലെങ്കിൽ യദൃച്ഛാലാഭ സംതൃപ്തൻ. കിട്ടുന്നത് കൊണ്ട് സന്തോഷിക്കുന്നവനാണ് യഥാർത്ഥ ഭക്തൻ. നമുക്ക് കിട്ടുന്നത് കൊണ്ട് സന്തോഷിക്കാൻ സാധിക്കാറുണ്ടോ? ധനം പോരാ, അധികാരം പോരാ, സൗകര്യം പോരാ, വിദ്യ പോരാ, അങ്ങനെ പല പല കാര്യങ്ങളിൽ ഇതൊന്നും എനിക്ക് പോരാ എന്നിങ്ങനെ തോന്നിക്കൊണ്ടേയിരിക്കും. കൂടുതൽ കൂടുതൽ അതൊക്കെ ആർജിക്കാൻ മോഹിക്കും. എന്നാൽ ഭക്തനോ? ഭക്തന് മറ്റൊന്നും വേണ്ടാന്നാണ്. ഭക്തൻ എന്താ പ്രാർത്ഥിക്കാറുള്ളൂ? ഭക്തിയെ തന്നാലും ഭക്തിയെ തന്നാലും ഭക്തിയൊഴിച്ചൊന്നും വേണ്ടേ വേണ്ട. ഇതൊന്നാ തന്നെയാണ് മറ്റൊരു തരത്തിൽ കുന്തിദേവി പറയുന്നത്. വിപദ സന്തു നശ്വൽ തത്ര തത്ര ജഗദ്ഗുരോ ഭവതോ ദർശനം യസ്യാൽ അപുനർഭവ ദർശനം. സമ്പത്തുണ്ടായിക്കഴിഞ്ഞാൽ ഭഗവാനെ മറക്കും. അതുകൊണ്ട് എനിക്ക് സമ്പത്ത് വേണ്ട, എനിക്ക് ആപത്തുകളെ തരൂ എന്ന് പറഞ്ഞ കുന്തിദേവിയെ പ്രഥമസ്കന്ധത്തിൻ്റെ 8-ാമത്തെ അധ്യായത്തിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ പറയുകയാണ്, ശ്രീദാമ പറയുകയാണ്, എനിക്ക് ധനം തരാതിരുന്നത്. കുന്തിദേവി എന്താ പറഞ്ഞത്? എനിക്ക് ആപത്തുകളെ തന്നോളൂ. കാരണം ആപത്തുകൾ ഏറ്റവും വലിയ സമ്പത്തായ ഭഗവത് ദർശനത്തിന് കാരണമാകുന്നു. സമ്പത്തോ ഭഗവത് ദർശനം ഇല്ലാതെയാക്കുന്ന, ഭഗവാനെ മറക്കുന്ന ആപത്തിന് കാരണമാകും. അതുകൊണ്ട് ആപത്തുണ്ടായി ഏറ്റവും വലിയ സമ്പത്തായ ഭഗവത് ദർശനം കിട്ടുകയാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ശ്രീരാമാവും വിചാരിക്കുകയാണ്, എനിക്ക് ഒന്നും തന്നില്ല, മറിച്ച് എനിക്ക് തന്നത് എന്താണ്? ആ ഭഗവത് ദർശനം. ഹരിദർശന സാഫല്യത്തിൽ എല്ലാം മറന്ന് തിരിച്ചു വരുന്ന സുദാമാവിൻ്റെ ആ മനസ്സിൻ്റെ ആർദ്രത, മനസ്സിൻ്റെ വലുപ്പം, അതിൻ്റെ ശ്രേഷ്ഠത നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. എനിക്ക് ഭഗവാൻ ധനം തരാതിരുന്നത് ഭഗവാന് എന്നോടുള്ള പ്രത്യേകമായ കാരുണ്യം കൊണ്ടാണ്. നമുക്കിങ്ങനെ തോന്നാറില്ല. നമ്മൾ പലതും ഭഗവാന്റെ അടുത്ത് ആഗ്രഹിക്കും, ഭഗവാന്റെ അടുത്ത് ആവശ്യപ്പെടും. ഭഗവാൻ തന്നില്ലെങ്കിൽ ഭഗവാന് ശക്തിയില്ല എന്ന് ആക്ഷേപിക്കും. ഇങ്ങനെയൊക്കെ പലതും നമ്മൾ പതിവുണ്ട്. സത്യത്തിൽ ഭഗവാൻ തരാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യമെന്ന് തിരിച്ചറിയണമെങ്കിൽ അതിന് നമ്മൾ ആ ഭക്തിയുടെ തലത്തിലേക്ക് വളരുമ്പോൾ മാത്രമേ സാധിക്കുള്ളൂ. ഇപ്പൊ കുട്ടികൾ അമ്മയുടെ അടുത്ത് വന്ന് ഒരു കത്തി വേണമെന്ന് പറഞ്ഞാൽ അമ്മ കൊടുക്കില്ല. കുട്ടി വിചാരിക്കണത് അമ്മയ്ക്ക് എന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടാണ്, ഞാൻ ചോദിച്ചത് തരണില്ലല്ലോ എന്ന് കുട്ടി വിചാരിക്കുന്നു. പക്ഷെ കുട്ടി വളരുമ്പോൾ മനസ്സിലാവും, ആ കുട്ടിക്കൊരു കുട്ടിയാവുമ്പോഴാണ് മനസ്സിലാവുന്നത് അമ്മ എന്നോട് കാണിച്ചത് വലിയൊരു സ്നേഹമാണ്. ആ കത്തിയെടുത്താൽ എൻ്റെ കൈ മുറിയും എന്ന അമ്മയുടെ കരുതലാണ് അമ്മ എനിക്കത് തരാത്തതിന് കാരണം എന്നുള്ള തോന്നൽ വളരുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഇതേപോലെ ഭഗവാൻ നമ്മുടെ സുഹൃത്താണ്. സുഹൃത്ത് എന്ന് പറഞ്ഞാൽ ഹിതകാംക്ഷി. നമുക്ക് ഏതാണോ നല്ലത് അത് തരിക എന്നുള്ളതാണ് ഹിതകാംക്ഷിയുടെ രീതി. ഇപ്പൊ ഭഗവാനും അങ്ങനെ തന്നെയാണ്. പ്രമേഹ രോഗബാധിതനായിട്ടുള്ള ഒരാൾക്ക് പഞ്ചസാര കൊടുക്കാതിരിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ഹിതം, അല്ലേ? അദ്ദേഹത്തിന് യോജിച്ചത് അതാണ്. പഞ്ചസാര ചോദിച്ചാൽ കൊടുക്കുന്നത് അയാൾക്കൊരു പക്ഷേ ഇഷ്ടമായി എങ്കിൽ പോലും അയാൾക്കത് ഹിതമല്ല. അതുകൊണ്ട് ഈശ്വരൻ ഹിതകാംക്ഷിയാണ്, സുഹൃത്താണ് എന്ന് മനസ്സിലാക്കണം. ത്വമേവ മാതാച പിതാത്വമേവ ത്വമേവ ബന്ധുശ്ച സഖാത്വമേവ. ഇപ്പൊ കൂട്ടുകാരനാണ് ഭഗവാൻ. ആ കൂട്ടുകാരൻ തൻ്റെ കൂട്ടുകാരൻ. ഇവിടെ ഭക്തനും ഭഗവാനും ഒന്നായി തീരുകയാണ്. അതുകൊണ്ടാണ് ഔപചാരികതയുടെ അതിർവരമ്പുകൾ അവിടെ ഇല്ലാതെയായി പോയത്. ഔപചാരികതയുടെ രീതിയിലാണെങ്കിലോ നമ്മുടെ ഗൃഹത്തിലേക്ക് നമ്മുടെ ഒരു കൂട്ടുകാരൻ വന്നു കഴിഞ്ഞാൽ അയാൾ എന്തെങ്കിലും
കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ചോദിക്കാറില്ല. കാരണം എന്താ? അത് നമ്മുടെ ഒരു അഹങ്കാരമാണ്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പറയാറുള്ളൊരു ഈഗോ ആണ്. ആ ഈഗോ ആവണം എന്നാണ്, അത്തരത്തിലുള്ള ചിന്തകളില്ലാതെയാവണം. അതുകൊണ്ടാണ് ഭഗവാൻ ചോദിച്ചത് ആദ്യം തന്നെ, കുമുപായന മാനീതം ബ്രഹ്മന്മേ ഭവതാഗൃഹാൽ. ഭഗവാൻ ചോദിച്ചു അങ്ങോട്ട്, ഇല്ലേ? ചോദിച്ചിട്ടും തരാതെ ഇപ്പൊ തട്ടിപ്പറിച്ചെടുത്തു. അവിടെ ഔപചാരികതകളില്ല, മറിച്ച് ഭക്തനും ഭഗവാനും ഒന്നായിത്തീരുന്ന ഏറ്റവും അമൂല്യമായ മുഹൂർത്തങ്ങളിലൊന്ന്. അത് ഈ ശ്രീരാമാവിന് മനസ്സിലായി. അതുകൊണ്ടാണ് ധനഹീനനായ ഇവന് ധനം സിദ്ധിച്ചാൽ വിഷയസുഖാനുഭവം കൊണ്ട് മതിച്ച് എന്നെ ഇവൻ മറക്കും എന്ന് ഭഗവാന് തോന്നിയത് കൊണ്ടാണ്, ആ കരുണാപൂർവകമായ ചിന്തയിലാണ് ഭഗവാൻ എനിക്ക് ഒന്നും തരാതിരുന്നത്, അല്പം പോലും എനിക്ക് ധനം തരാതിരുന്നത് എന്ന് ഒക്കെ കരുതി ആ ചിന്തിച്ചും കൊണ്ട് നടക്കുന്ന സുദാമാവ് അല്ലെങ്കിൽ ശ്രീരാമാവ് അല്ലെങ്കിൽ കുചേലൻ, ഭഗവാന്റെ പ്രിയപ്പെട്ട ആ കൂട്ടുകാരൻ തൻ്റെ ഗൃഹത്തിൽ എത്തുമ്പോൾ ഉണ്ടായ അത്ഭുതങ്ങൾ, അതിലേക്കാണ് നമ്മൾ നാളെ കണ്ണു തുറക്കുക. ഭഗവാന്റെ അനുഗ്രഹം എന്നെന്നും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്ന് ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നു. 21 ശ്ലോകം മുതൽ നാളെ നമുക്ക് അനുസ്മരിക്കാൻ ഭഗവാൻ അനുജ്ഞയും അനുഗ്രഹവും നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഭാരതിയൊഴിയുന്നു ഞങ്ങൾ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ് ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ
പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി.
ഹരി ഓം.